ഇന്ത്യ ഒളിപ്പോരൊന്നുമല്ലല്ലോ നടത്തിയത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ത്യ ചെയ്തത് എന്നുള്ളതിന്റെ തെളിവടക്കം വെച്ചുകൊണ്ടുള്ള ഒരു ബ്രീഫിംഗ് ആണ്. അത് നേരത്തെ കേണൽ സോഫിയ ഖുറേഷിയും അതോടൊപ്പം തന്നെ വ്യോമിക സിംഗും ചേർന്ന് വിക്രം മിശ്രയ്ക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ആദ്യം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്താണ് എന്നത് തെളിവ് വെച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് DGMO എത്തുമ്പോഴും തെളിവ് വെച്ച് തന്നെയാണ് കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്നത്, പ്രസന്റേഷൻസ് സഹിതം. അത് ഇന്ത്യയിലെ ജനങ്ങൾ മാത്രം കേൾക്കാൻ വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചത്. ഇന്ത്യയിലുള്ളവരുടെ സംശയം തീർക്കാൻ വേണ്ടി മാത്രമാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചതെന്ന് ഞാൻ കരുതുന്നില്ല. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് ആധികാരികമായ ഒരു മറുപടി നമ്മൾ വാർത്താ സംപ്രേഷണം നടത്തുമ്പോൾ കൊടുക്കുന്ന വിവരങ്ങൾക്ക് അത് ആധികാരികമായി മാറുന്നത് ഇതുപോലെയുള്ള എൻഡോഴ്സ്മെന്റ് വരുമ്പോഴാണ്. അപ്പോൾ എന്താണോ വാർത്തയിൽ ഇതുവരെ കണ്ടത് അതിൽ എന്തൊക്കെയാണ് നമ്മുടെ സൈനിക വിഭാഗങ്ങൾ എൻഡോഴ്സ് ചെയ്തത്, അതാണ് ഇപ്പോൾ നിങ്ങളൊക്കെ സൂചിപ്പിച്ചത്. അതിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. 40 പാക് സൈനികരെ നമ്മുടെ സൈന്യം ഈ ആക്രമണത്തിനിടയിൽ, ഇത്രയും മണിക്കൂറുകൾ നീണ്ടുനിന്ന ആക്രമണത്തിനിടയിൽ 40 പാക് സൈനികരെ, 35 മുതൽ 40 വരെ പാക് സൈനികരെ വധിച്ചിട്ടുണ്ട് എന്നതാണ്. അതിൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് എന്നതിലും ഇന്ന് ഇപ്പോൾ DGMO സൂചന നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ പൊലിഞ്ഞുപോയ 5 ജീവനുകളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ ധീരരായ 5 ധീര ജവാന്മാർക്ക് വീരമൃത്യു സംഭവിച്ചിട്ടുണ്ട്. അവർ പൊരുതി വീണത് ഇപ്പോഴിരുന്ന് നരേന്ദ്രമോദിയെയും സൈന്യത്തെയും ഒക്കെ വിമർശിക്കുന്ന കേരളത്തിലുള്ള ആളുകൾ കൂടി കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ആ 5 പേരുടെയും വീരമൃത്യു എന്ന് പറയുന്നത് വീട്ടിലേക്ക് മിസൈൽ വരുന്നത് നോക്കിയിരുന്ന ആളുകൾക്ക് വേണ്ടി കൂടിയാണ് ആ ജീവനുകൾ പൊലിഞ്ഞത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നരേന്ദ്രമോദിയോടോ BJPയോടോ കേന്ദ്ര സർക്കാരിനോടോ ഉള്ള വിയോജിപ്പോ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമോ ഉണ്ട് എങ്കിൽ പോലും ഈ ഒരു സമയത്ത്, അതായത് ഒരു കോൺഫ്ലിക്റ്റ് സോണിൽ നമ്മൾ നിൽക്കുന്ന നമ്മുടെ അയൽ രാജ്യവുമായി ഒരു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, അതൊരു യുദ്ധമായി മാറിയിട്ടില്ല, സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വന്തം രാജ്യത്തിനൊപ്പം നിൽക്കുക എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത്. അത് നേരത്തെ ആൻഡ്രൂസ് സൂചിപ്പിച്ചതുപോലെ അത് മാത്രമാണ് റിപ്പോർട്ടർ TV എന്ന മാധ്യമ സ്ഥാപനം ചെയ്തത്. ഇവിടെ ഒരു രാഷ്ട്രീയവുമല്ല, സൈന്യത്തിനൊപ്പം. സൈന്യം എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ നേതൃത്വം വന്നു കഴിഞ്ഞാലും അവിടെയുണ്ട്, അതിർത്തിയിലുണ്ട് നമ്മുടെ സൈന്യം. അതാണ് ഇന്ത്യയുടെ സൈന്യത്തെക്കുറിച്ച് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം. അതോടൊപ്പം ഇന്ത്യയുടെ പൈലറ്റിനെ പാകിസ്ഥാൻ പിടിച്ചുവെച്ചു എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രചണ്ഡ പ്രചാരണം കൊടുത്ത ഹാൻഡിലുകളുണ്ട്. ഇന്ത്യയിലടക്കമുള്ള ഹാൻഡിലുകളെ കുറിച്ചാണ്, കേരളത്തിലുള്ള ഹാൻഡിലുകളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതൊക്കെ എന്തായാലും ഇന്ത്യൻ സൈന്യവും അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ബന്ധപ്പെട്ട വകുപ്പുകളും ഒക്കെ അതൊക്കെ കൃത്യമായി ട്രേസ് ഔട്ട് ചെയ്തിട്ടുമുണ്ട്. ഇന്നിപ്പോൾ എന്താണ് DGMO എന്ന് പറഞ്ഞത്? നമ്മുടെ എല്ലാ പൈലറ്റുമാരും സുരക്ഷിതരായി തിരികെ എത്തി എന്നുള്ളതാണ്. അത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ നിന്ന് തന്നെ ആ മിസ്ഇൻഫർമേഷൻ പോവുകയാണ്. നമ്മുടെ ഒരു പൈലറ്റിനെ, ഒരു വനിതാ പൈലറ്റിനെ പിടിച്ചു വെച്ചിരിക്കുന്നു. അതിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ടല്ലോ, യഥാർത്ഥത്തിൽ പാകിസ്ഥാനൊപ്പമാണോ ഈ ആളുകൾ എന്ന് തോന്നിപ്പോകുന്ന ഒരു പ്രാധാന്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കറാച്ചിയെക്കുറിച്ച് പറയണമല്ലോ. കറാച്ചിക്കടുത്ത് ഇന്ത്യൻ നാവികസേന നിലയുറപ്പിക്കുകയും യുദ്ധസജ്ജരായി നിൽക്കുകയും ചെയ്തു എന്നാണ് DGMO എന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം ഫുള്ളി അമ്യൂണിഷൻസും ആംസും എല്ലാം ലോഡഡ് ആയി തന്നെ, അതായത് ഫൈറ്റർ ജെറ്റ്സ് അടക്കം ലോഡഡ് ആയിട്ടാണ് INS വിക്രാന്ത് നിന്നിരുന്നത്. അത് തന്നെയാണ് അന്നത്തെ രാത്രിയിൽ എന്താണ് അവിടുത്തെ മൂവ്മെന്റ്, അറബിക്കടലിലെ മൂവ്മെന്റ് എന്താണ് എന്നുള്ളത് ഞാനും ഡോക്ടർ അരുണും ഇവിടെ നിന്നും ഉണ്ണി ബാലകൃഷ്ണൻ താഴെ ലൈവിൽ നിന്നും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ കറാച്ചിക്ക് നിങ്ങൾ പോയത് എന്തായി എന്ന് ചോദിച്ചാൽ ഇന്ന് DGMO പറഞ്ഞിട്ടുണ്ട് കറാച്ചിക്ക് ആരാണ് പോയതെന്നുള്ളത്. അത് INS വിക്രാന്ത് അടക്കമുള്ള നമ്മുടെ സംവിധാനങ്ങളാണ്. ഇനിയിപ്പോൾ എയർക്രാഫ്റ്റുകൾ വീഴ്ത്തിയോ? അതായിരുന്നല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. എയർക്രാഫ്റ്റുകൾ വീഴ്ത്തി, ഡൗൺഡ് എന്നത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റ്സ് അടക്കം വീഴ്ത്തി എന്നുള്ളതാണ്. അതിർത്തി കടക്ക് മുൻപ് തകർത്തത് കൊണ്ട് ഇവിടെയുള്ള ഇനിയും കാര്യങ്ങൾ മനസ്സിലാകാത്ത ആളുകൾക്കായി ആ റക്കേജ് എടുത്ത് കാണിക്കാൻ കഴിയില്ല. കാരണം പാകിസ്ഥാനിലാണ് അത് വീണ് കിടക്കുന്നത്. പാകിസ്ഥാന് വേണമെങ്കിൽ, പാകിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അതിൽ പോയി നോക്കിയാൽ ആ റക്കേജ് ഒക്കെ ഇപ്പോൾ അവർ കാണിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവർ മറച്ചു വെച്ചിട്ടുണ്ടാകാം. ഇനി ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റിനെ കുറിച്ചുള്ള കണക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നു. അപ്പോൾ എയർ മാർഷൽ ഭാരതി പറഞ്ഞത്, ഐ ഹാവ് ദ നമ്പേഴ്സ് ആൻഡ് വി ആർ ഗെറ്റിംഗ് ഇൻ ടു ടെക്നിക്കൽ ഡീറ്റെയിൽസ് ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്. പറയില്ല എന്നല്ല, പറയും. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തെളിവടക്കം വെച്ചുകൊണ്ട് പറയും എന്നതാണ് നമ്മുടെ വ്യോമസേന പറയുന്നത്. അതോടൊപ്പം തന്നെ വി സ്ട്രക്ക് കീ പാകിസ്ഥാനി മിലിറ്ററി അസറ്റ്സ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യോമത്താവളത്തിന്റെ മൂലയിൽ കൊണ്ടുപോയി ഒരു ഡ്രോൺ ഇടിപ്പിച്ചിട്ട് ഇന്ത്യയെ ഞങ്ങൾ ഹിറ്റ് ചെയ്തേ എന്ന് ഹിസ്റ്റീരിക്കായിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്ന പാകിസ്ഥാനെ പോലെയല്ല. എവിടെയാണ് അടിച്ചത് എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. ചുനിയൻ വ്യോമ പ്രതിരോധ കേന്ദ്രം, അത് പ്രതിരോധ കേന്ദ്രമാണ്. അതുപോലെ സർഗോദ എയർഫീൽഡ്, റഹീം യാർ ഖാൻ വിമാനത്താവളം, അതുപോലെ തന്നെ ചക്ലാല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വ്യോമ കേന്ദ്രങ്ങളുടെ ഓരോന്നിന്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. അത് ഇന്ത്യ ആക്രമിച്ചതാണ്. അതേസമയം പാകിസ്ഥാന്റെ ഏതൊക്കെ ആക്രമണങ്ങൾ നമ്മൾ ഡിഫ്യൂസ് ചെയ്തു? നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചല്ലോ, ജമ്മുവിൽ, ഉധംപൂരിൽ നമ്മൾ ഇവിടെ നിന്ന് ആ രാത്രിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകൾ ഇതാണോ എന്നുള്ളത് അതിന്റെ കട്ട്സൊക്കെ ഇപ്പോഴും കിടപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ച ആളുകൾക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി പറയുകയാണ്, ജമ്മു, ഉധംപൂർ, പഠാൻകോട്ട്, അമൃത്സർ, ഭട്ടിൻഡ, ഡൽഹൌസി, തോയ്സ്, ജയ്സാൽമീർ, ഉത്തർലായ്, ഫലൂദി, നല്യ. അതായത് ജമ്മു ടു നല്യ. നമ്മൾ പറയേണ്ടത് അങ്ങനെയാണ്. ജമ്മു ടു നല്യ ഒരു സീരീസ് ആയിട്ടാണ് അറ്റാക്സ് വന്നത്. ആ അറ്റാക്സ് വരുമ്പോൾ അതിനോടൊപ്പം തന്നെയാണ് അത് സംബന്ധിച്ചുള്ള മിസൈൽ അറ്റാക്ക് ആണോ, അതുപോലെ തന്നെ ഫൈറ്റർ ജെറ്റ്സ് ആണോ, എക്സ്പ്ലോഷൻസ് ആണോ, അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വാർ ലൈക്ക് സിറ്റുവേഷനിലേക്ക് പോയ ഒരു സമയമാണ്. അതുകൊണ്ടാണ് അത് തത്സമയ റിപ്പോർട്ടിങ്ങിൽ അക്കാര്യങ്ങൾ ഉണ്ണിസാർ അടക്കം കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ
അപ്പോൾ മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ വിമാനത്താവളം അടച്ചു എന്ന് പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അത് അപ്പോൾ വന്ന എയർപോർട്ട്സ് ക്ലോസ്ഡ് എന്നുള്ളതിൻ്റെ അപ്പോൾ പറഞ്ഞതാണ്. അതിന് തൊട്ടടുത്ത മിനിറ്റുകൾ അത് തിരുത്തിയെങ്കിലും ആ തിരുത്തൊരിടത്തുമില്ല. വിമാനത്താവളം അടച്ച ഡോക്ടർ അരുൺ വിമാനത്താവളം തുറന്നു കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നതൊക്കെ അത് അസൂയക്കാർ തന്നെയാണ് എന്നതാണ് പറയേണ്ടത്. അസൂയ മൂത്ത് പറയുന്നതാണ്. ഡോക്ടർ അരുൺ പ്രസന്റ് ചെയ്യുന്നത് പോലെ പ്രസന്റ് ചെയ്യാൻ കഴിവില്ലാത്ത ആളുകളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അങ്ങനെ ഇരുന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും കമന്റ് ചെയ്യുന്നില്ല. ആ ഒരു രീതിയിലുള്ള ട്രോൾ ഇട്ടത് കൊണ്ടൊന്നും ഞങ്ങൾ ആരും ഈ പ്രസന്റേഷൻ നിർത്തി ഇവിടുന്ന് ഒളിച്ചോടാനും പോകുന്നില്ല. തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇനി ഇതിന്റെ പേരിൽ അടുത്ത ട്രോൾ ക്രിയേറ്റ് ചെയ്താലും ഞങ്ങളത് എല്ലാവരും കൂടി ഇരുന്നത് കണ്ട് ചിരിക്കും. അതാണ് അവർക്കുള്ള മറുപടി. ഇനി പൈലറ്റുമാരെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ആക്രമണ ശേഷമുള്ള ഓരോ സ്ഥലങ്ങളുടെയും ദൃശ്യങ്ങൾ എന്താണ്? പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിയിൽ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം ഉയർന്നു. അതിന് തന്ന മറുപടി ഒരു പവർഫുൾ ഷോക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി അതിനുള്ള മറുപടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു മിലിറ്ററി ആക്ഷൻ മാത്രമാണോ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിലിറ്ററി ആക്ഷൻ മാത്രമായിരുന്നില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയമായും സാമൂഹികമായും അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്ത്രപരമായിട്ടുള്ള ഇന്ത്യയുടെ മൈറ്റ്, ഇന്ത്യയുടെ കരുത്ത് മുഴുവൻ കാണിച്ച ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് അതിനെ ചരിത്രപരം എന്ന് വിശേഷിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1971 കമ്പയർ ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ നിന്ന് ഒരു സൈനികനെയും തിരിച്ചങ്ങോട്ട് കൊടുത്തിട്ടുമില്ല. പ്രത്യേകിച്ച് ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് മുജീബറിനെ കൊണ്ടുവന്നത് പോലെയുള്ള ഒരു നീക്കവും നടന്നിട്ടില്ല. ഇങ്ങോട്ട് കെഞ്ചി പാകിസ്ഥാൻ പറഞ്ഞിട്ടാണ് ഈ വെടിനിർത്തലിന് ഇന്ത്യ തയ്യാറായത്. വെടിനിർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് പ്രകോപിപ്പിച്ചാൽ തിരിച്ചടിക്കില്ല എന്നുള്ള ഒരു ഉറപ്പുമല്ല. വെള്ളം തരാമെന്നും സിന്ധു നദീജല കരാർ അത് പഴയ രീതിയിൽ തന്നെ ആക്കാമെന്നും ഒരു തരത്തിലുള്ള ഉറപ്പും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല നയതന്ത്ര തലത്തിൽ സംസാരിക്കാൻ പോലും ഇന്ത്യ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. DGMO തല ചർച്ചകൾ മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു ഹോട്ട്ലൈൻ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഇനി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആരൊക്കെയാണ് എന്നതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ടെറർ സ്പോൺസറായിട്ടുള്ള ഒരു രാജ്യത്തിനെതിരെ നടത്തിയിട്ടുള്ളത്, അതായത് പാകിസ്ഥാനെതിരെ അല്ല ഇന്ത്യ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്, പാകിസ്ഥാനിലെ ഭീകരതയ്ക്കെതിരെയാണ്. ഇന്ത്യ വേഴ്സസ് പാക് ടെറർ എന്നുള്ളതാണ് തലക്കെട്ടായ ആ സ്ലൈഡ് ഷോയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. അത് വളരെ കെയർഫുള്ളായി ചൂസ് ചെയ്തതാണ്. സംയമനത്തോടു കൂടിയുള്ള ഒരു സൈനിക നീക്കമാണ് നടത്തിയത്. റൌഫ് അസറിനെ വധിച്ചതിനുള്ള സ്ഥിരീകരണം, കാണ്ഡഹാർ വിമാന റാഞ്ചൽ നടത്തിയ ഭീകരർ, പുൽവാമ ആക്രമണം നടത്തിയ ഭീകരർ, അവർ കൊല്ലപ്പെട്ടു എന്ന പേരടക്കം പറയുന്നു. റൌഫ് അസർ, യൂസുഫ് അസർ, മുദാസിർ അഹമ്മദ് തുടങ്ങിയവരുടെ പേര്, അതായത് പ്രധാനപ്പെട്ട ടെറർ ബോസസ് എന്ന് പറയാവുന്ന 5 പേര്, ഈ 100 ഭീകരർ കൊല്ലപ്പെട്ടതിൽ 5 പേർ ടെറർ ബോസസ് ആണ്. അതാണ് വേണ്ടത്. നമ്മുടെ പഹൽഗാമിലേക്ക് 26 പേരെ കൊല്ലാനായി 5 പേരെ ഒരുക്കിവിട്ട ആളുകളടക്കം, ആ ടെറർ ബോസസ് അടക്കം ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഡിപ്ലോയ്മെന്റ് നമ്മൾ പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഹൈടെക് പാക് ഫ്ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ചൈന കൊടുത്ത പാക് ഫൈറ്റർ വിമാനവും അതിൽ പെടാം. അതിന്റെ കണക്കടക്കം എന്തായാലും എയർ മാർഷൽ ഭാരതി പറയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി പ്രധാനമന്ത്രിയും JD വാൻസും അമേരിക്കൻ വൈസ് പ്രസിഡന്റും തമ്മിൽ നടന്ന ഒരു സംഭാഷണം കൂടിയുണ്ട്. അമേരിക്ക ക്രെഡിറ്റ് എടുക്കാൻ, അല്ലെങ്കിൽ അമേരിക്കയാണ് ഈ വെടിനിർത്തൽ കൊണ്ടുവന്നത് എന്ന് പറയാനായി ശ്രമിക്കുമ്പോൾ JD വാൻസിനോട് പ്രധാനമന്ത്രി പറഞ്ഞത്, വെടിനിർത്തിയാലും പാക് ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ല, പിന്നെ പാക് ഒക്യുപൈഡ് കശ്മീർ തിരിച്ചു പിടിക്കണോ, കശ്മീരിനൊപ്പം ചേർക്കണോ, അതൊക്കെ ഇന്ത്യ തീരുമാനിച്ചോളാം എന്ന് വൃത്തിയായി അമേരിക്കയോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ DGMO മേജർ ജനറൽ ഖാസിഫ് അബ്ദുള്ള, ഇന്ത്യയുടെ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായെ നാളെ 12 മണിക്ക് വിളിക്കുമ്പോൾ ഇതിന്റെ ബാക്കി പറയും. അതിനുശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാം. ഇന്ത്യ കരുത്തറിയിച്ചു എന്ന് മാത്രമല്ല, പാകിസ്ഥാനെ ആ കരുത്തിൽ വിറപ്പിച്ചു ഇന്ത്യ എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. Meet the editors.